നമസ്കാരം. നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യശക്തിയാണ് കുണ്ടലിനി പവർ. ഈ കുണ്ടലിനി ശക്തിയെ മൂലാധാര ചക്രത്തിൽ നിന്ന് ഉണർത്തി ഓരോ ചക്രങ്ങളിൽ നിന്നായിട്ട് ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് സഹസ്രാര ചക്രത്തിലെത്തി ശിവശക്തി യൂണിയൻ സംഭവിക്കുമ്പോൾ നമുക്ക് ആത്മനിർവൃതി ഉണ്ടാകുന്നു, ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നു. ആത്മസാക്ഷാത്കാരത്തിന് മഹത്തുക്കൾ വ്യത്യസ്തമായ മാർഗങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും വേഗതയേറിയതും അനുഭൂതി നിറഞ്ഞതുമായ ഒരു മാർഗമാണ് കുണ്ടലിനി മാർഗം. മറ്റു മാർഗങ്ങളിൽ കൂടി സാധന അനുഷ്ഠിച്ച് ആത്മനിർവൃതിയിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുമ്പോൾ കുണ്ടലിനി മാർഗത്തിൽ കൂടി അതിവേഗം നമ്മുടെ കർമാശയങ്ങളെ കംപ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മവാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് നമ്മുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നു. കുണ്ടലിനി മാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീര മനസ്സുകളിൽ ഊർജ്ജസ്വലമാകും. ശരീരത്ത് നെർവസ് വൈബ്രേഷൻ അനുഭവപ്പെടും. മറ്റു മാർഗങ്ങളിലുള്ള ധ്യാന രീതികളിൽ നമുക്ക് ഇതുപോലെയുള്ള അനുഭൂതി അനുഭവപ്പെടണമെന്നില്ല. മറ്റൊന്നുള്ള കുണ്ടലിനിയുടെ ഭാഗമായി ചക്ര ഹീലിംഗ് നടത്തുമ്പോൾ മൂലാധാരത്തിലുള്ള കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ ശരീരത്തിലെ 72,000 സൂക്ഷ്മ നാഡികളെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. എനർജി സെന്റേഴ്സ് അഥവാ ചക്രങ്ങളെ പ്യൂരിഫൈ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ചക്രങ്ങൾ പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് തന്നെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനെയാണ് ശുദ്ധീകരിക്കുന്നത്. ഓരോ ചക്രങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഓരോ തലങ്ങളുമായി ഓരോ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചക്ര ഹീലിംഗ് നടക്കുമ്പോൾ മറ്റൊരു രീതിയിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ഭയവിഹുലതകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ, കുഞ്ഞുനാൾ മൂലം നമ്മളെ ഭരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, അപകർഷതാബോധം, ഇതെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് നമ്മുടെ മൈൻഡ് പവർ ആക്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാണ് ചക്ര ഹീലിംഗിൽ കൂടി നടക്കുന്നത്. അങ്ങനെ ചക്ര ഹീലിംഗ് ചെയ്തുകൊണ്ടും പ്രാണായാമത്തിൽ കൂടിയും മറ്റ് ഗുരുമന്ത്രത്തിൽ കൂടിയും നമ്മുടെ സൂക്ഷ്മ നാഡികളെ ശുദ്ധീകരിച്ച് ആക്ടിവേറ്റ് ചെയ്ത് ഈ പവർഫുള്ളായ കുണ്ടലിനി എനർജിയെ അവേക്കൺ ചെയ്യുവാൻ, ഉണർത്തുവാൻ സജ്ജമാക്കുകയാണ് നമ്മൾ കുണ്ടലിനി ധ്യാനത്തിൽ കൂടി ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലോ മറ്റോ ഒരു വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു വയറിങ് അവിടെ ആവശ്യമാണ്. ആ വയറിങ്ങിൽ ഭേദിക്കാവുന്ന രീതിയിൽ ശക്തമായ വൈദ്യുതി പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഹൈ വോൾട്ടേജ് വൈദ്യുതി പാസ് ചെയ്താൽ ഒരുപക്ഷെ ആ വയറിങ്ങിന് താങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ അവിടെ ഫ്യൂസായി നമ്മൾ പറയും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ നാഡീ ഞരമ്പുകൾക്ക് താങ്ങാവുന്നതിലധികം ഊർജം, മാഗ്നറ്റിക് ഫോഴ്സ് വന്നാൽ അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഇംബാലൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സൂക്ഷ്മ നാഡികളെയും പാകപ്പെടുത്തേണ്ടതുണ്ട്. അതിനാണ് ചക്ര ഹീലിങ്ങും പ്രാണായാമവും ജപമന്ത്ര സാധനയും അതോടൊപ്പം ഗുരു നിഷ്കർഷിക്കുന്ന കുണ്ടലിനി ധ്യാന പരിശീലനവും ചെയ്യുന്നത്.